NSS SNDP ഐക്യത്തെക്കുറിച്ച് വലിയ വായിൽ സംസാരിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ താൻ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി ഇത് പ്രായോഗികമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് വേറൊരു സംശയമുണ്ട്. ഇന്ന് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. പക്ഷെ ശ്രീ സുകുമാരൻ നായർക്ക് പത്മ അവാർഡൊന്നും ലഭിച്ചുമില്ല. പത്മ കഫേ അദ്ദേഹം നടത്തുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ശരി, ഒരുപക്ഷെ ഈ ഒരു കൊതിക്കറിവാണോ സുകുമാരൻ നായരെ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ പ്രസ്താവന ഇറക്കിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറയുന്ന ന്യായം രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് SNDP അദ്ദേഹത്തിനെ സമീപിച്ചതെന്നും ശ്രീ വെള്ളാപ്പള്ളിയുടെ മകനായ തുഷാർ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്യാനായിട്ട് ചെല്ലുന്നത്, ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചെല്ലുന്നത് അത്ര ശരിയല്ലെന്നും തുഷാർ BJPയുടെ സഖ്യകക്ഷിയാണ്. ഓക്കെ, തുഷാർ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ BJPയുടെ സഖ്യകക്ഷിയായത്. വർഷങ്ങളായിട്ട് കേരളത്തിൽ BJPയുടെ സഖ്യകക്ഷിയായ BDJSന്റെ നേതാവല്ലേ. അപ്പൊ സുകുമാരൻ നായർ വെറുതെ ഒരു കാരണം കണ്ടെത്തുക. ഒരു ദിവസം ഐക്യം, അടുത്ത ദിവസം അനൈക്യം. എന്താണ് ഇത്? ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ മാത്രമല്ല, സമുദായ സംഘടന മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച NSSനെ പോലും സമൂഹത്തിന് മുന്നിൽ പരിഹാസപാത്രമാക്കിയിരിക്കുകയാണ് ശ്രീ സുകുമാരൻ നായർ. എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ മലക്കം മറിച്ചിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ഞാൻ വിശകലനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെ യൂട്യൂബിൽ ഫോളോ ചെയ്യുക. അത് വലിയൊരു പ്രോത്സാഹനമായിരിക്കും എനിക്ക്. മാത്രമല്ല, സമാനമായ വിഷയങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതെനിക്ക് കരുത്തു നൽകും. അപ്പോൾ നമുക്ക് വീണ്ടും സുകുമാരൻ നായരിലേക്ക് തിരിച്ചു വരാം. ഇന്ന് ഉച്ചയോടെയാണ് സുകുമാരൻ നായർ വാക്ക് മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ വലിയ നാണക്കേടായിപ്പോയി. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം അത് ആലോചിക്കണം, എല്ലാ വശങ്ങളും ആലോചിക്കണം. നടപ്പാക്കാൻ പറ്റാത്തതൊന്നും തീരുമാനം എടുക്കരുത്. ഇനി അഥവാ എടുത്താൽ തന്നെ അത് പൊതുജനത്തിന്റെ മുന്നിൽ പറയുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കണം. ഇതൊന്നും ചെയ്യാതെ വലിയ വായിൽ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സമൂഹത്തിനെ കൊണ്ട് കളിയാക്കിച്ച് ചിരിപ്പിക്കല്ലേ. മൊത്തം നായന്മാർക്കും അപമാനമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ NSS SNDP ഐക്യം പല കാലഘട്ടങ്ങളിലായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ ആദ്യം ശ്രമിച്ചു. R. ശങ്കർ അദ്ദേഹവും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി, പൊളിഞ്ഞു. അതിനുശേഷം NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന VK നാരായണ പണിക്കറും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് ഐക്യമുണ്ടാക്കി. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു സമ്മേളനം നടത്തിയത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പത്രക്കാരനായിട്ട്. വലിയ ആവേശം ഉണർത്തിയ, എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്പലപ്പുഴ ആ നീർകുന്നം ഭാഗത്തായിരുന്നു ആ സമ്മേളനം നടന്നത്. അതിനുശേഷം അതും പൊളിഞ്ഞു. ഈ രണ്ട് സമുദായ സംഘടനകളുടെ ഐക്യത്തെ ഭയപ്പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലുണ്ട്. അതിവർക്കും അറിയാം. അപ്പം ഇത് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? നിങ്ങൾ രണ്ട് സംഘടനയായിട്ട് അങ്ങ് തുടർന്നാൽ പോരെ. അപ്പൊ ഇവിടെ സുകുമാരൻ നായരെ എനിക്ക് വെള്ളാപ്പള്ളി അല്ല, പക്ഷെ ഇനി ഇതിന്റെ യഥാർത്ഥ കാരണം എനിക്ക് തോന്നുന്നു, ഇന്ന് രാവിലെ പത്രമൊക്കെ എടുക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുന്നു. പക്ഷെ സുകുമാരൻ നായർക്കില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് പത്മ കഫയാണ്. ഈ പത്മഭൂഷൺ അദ്ദേഹത്തിനും കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഈ പ്രസ്താവന നടത്തത്തില്ലെന്ന്. ഇതൊരു കൊതിക്കറിവാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സുകുമാരൻ നായരെ BJPയെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. പണ്ടങ്ങാണ്ട് ശാഖയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ RSS അല്ല ഇന്നത്തെ RSS, ആ ജനസംഘമല്ല ഇന്നത്തെ BJP. അപ്പോ ശ്രീ സുകുമാരൻ നായര് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയും സമ്മർദ്ദശേഷിയും ഒക്കെ നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുക്കാതെ തനിക്ക് എല്ലാം തൻ്റെ വീട്ടിൽ കൊണ്ട് ആൾക്കാർ തരും എന്ന് വിചാരിച്ചാൽ തരില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പൊ അത് നേടിയെടുക്കണമായിരുന്നു. അതിനുള്ള ശേഷി വേണം. പിന്നെ ഈ രണ്ട് സംഘടനകളും തമ്മിൽ യോജിക്കുന്നത് പ്രായോഗിക തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യമേ ചിന്തിച്ച് ആ ബുദ്ധിമുട്ട് തരണം ചെയ്യാനുള്ള വഴികളും അദ്ദേഹം ആലോചിക്കണമായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഈ സഖ്യം അട്ടിമറിച്ചു എന്നൊക്കെ. ഇപ്രാവശ്യം അട്ടിമറിക്കത്തില്ലെന്ന് എന്തായിരുന്നു ഉറപ്പ്? ഞാൻ വിചാരിച്ചത് സുകുമാരൻ നായർക്ക് ബാക്കി എന്തെല്ലാം ദോഷം ഉണ്ടെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറപ്പുണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ അതുമില്ല, നട്ടലും ഇല്ലെന്ന് മനസ്സിലായി. മുൻകോപവും വിവരക്കേടും ഒക്കെ ഉണ്ടെങ്കിലും നട്ടലുണ്ടായിരിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനത്തെ നട്ടലും ഇല്ല എന്ന് മനസ്സിലായി. വളരെ കഷ്ടമാണ്. എന്താണ് ഇത്? ഇങ്ങനെയുള്ള മനുഷ്യനാണോ സ്വയം നായന്മാരുടെ പോപ്പായിട്ടൊക്കെ അവരോധിച്ചിരിക്കുന്നത്? വലിയ കഷ്ടമാണിത്. എന്തായാലും ശരി, അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനായിരിക്കാൻ. ഉറുപ്പിന്റെ ഉറപ്പെന്ന് പണ്ട് പറയുന്ന പോലെ സുഖുവിന്റെ ഉറപ്പ് എന്നുള്ള ഒരു പ്രയോഗം ഇനി മലയാള ഭാഷയിൽ കടന്നു വരുമോ?
എന്തായാലും ശരി, വലിയൊരു ഒരു എന്താണ് ഒരു വീണ്ടും വിചാരമില്ലാത്ത ഒരു എടുത്തുചാട്ടമാണ് കാണിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വരികയായിരിക്കും. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തന്റെ മകനെ പോലാണെന്നൊക്കെ പറഞ്ഞ ആദ്യം, പിന്നെ പറയുന്നു തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ സഖ്യകക്ഷി നേതാവാണ്, അദ്ദേഹം വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഇന്നോ ഇന്നലെയോ അല്ലല്ലോ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയാണത്. വലിയ ഗുണമൊന്നുമില്ല പാർട്ടിക്ക്, അത് വേറൊരു കാര്യം. പക്ഷേ ശ്രീ സുകുമാരൻ നായർക്ക് പത്മഭൂഷൺ വേണമായിരുന്നെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ലോബി ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ അത് പിന്നെ അവിടെ നിത്യവും കയറി ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ശ്രീധരൻ പിള്ള, വേറെ പിള്ള, അങ്ങനെ ഒരുപാട് പിള്ളയും മേനോന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കണമായിരുന്നു. ഉപരാഷ്ട്രപതി അവിടെ സ്ഥിരം ചെല്ലുന്ന ആളാണല്ലോ ഇപ്പോഴത്തെ കോയമ്പത്തൂരുകാരൻ, അദ്ദേഹത്തിനോട് പറയാമായിരുന്നല്ലോ. അപ്പൊ മനസ്സിൽ ഉള്ള ആഗ്രഹം ആദ്യം നമ്മൾ തുറന്നു പറയാതെ എങ്ങനെയാണ് ആൾക്കാർ അറിയുന്നത്? എന്തായാലും ശരി, വല്ലാത്ത ഒരു സ്ഥിതിയായി. മൊത്തം സമുദായത്തെയും പരിഹാസപാത്രമാക്കിക്കൊണ്ട് സുഗു തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ ഇദ്ദേഹം കാണിക്കാൻ പോകുന്നു, മലക്കം മറിച്ചിലുകൾ നടത്താൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് കാത്തിരിക്കാം.